ഹലോ എവരിവൺ, വെൽക്കം ടു CGK ലെക്ചേഴ്സ്. സോ നമ്മൾ ഇന്ന് ഇലക്ട്രോ കെമിസ്ട്രിയുടെ നമ്മുടെ 4ാമത്തെ ക്ലാസ് ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് നേൺസ്റ്റ് ഇക്വേഷൻ കേട്ടോ. നേൺസ്റ്റ് ഇക്വേഷൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് കറക്റ്റായിട്ട് പഠിച്ചു പോകുകയാണെങ്കിൽ എന്താണ് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് നീറ്റ്, JEE പോലുള്ള എൻട്രൻസ് എക്സാമിനൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് വരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് ഈ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിച്ച് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. എന്താണ്, ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നു. നമ്മുടെ ഡാനിയൽ സെല്ലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഒരു ഡാനിയൽ സെല്ല്, അതിൽ ആരുണ്ടായിരുന്നു? ഒരു സിങ്ക് ഇലക്ട്രോഡ് ഉണ്ടായിരുന്നു, അതതിൻ്റെ ആനോഡായിരുന്നു. ഒരു കോപ്പർ ഇലക്ട്രോഡ് ഉണ്ടായിരുന്നു, അതെന്തായിരുന്നു? അതിൻ്റെ കാഥോഡായിരുന്നു. നമ്മുടെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു, ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു അല്ലേ. അതായത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു എന്താണ്, നമുക്ക് ഇവിടെ എന്തുകൊണ്ട് ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ട്. ഈ ഒരു ഇലക്ട്രോഡിന് ചുറ്റും, ഈ ഒരു ഇലക്ട്രോഡിന് ചുറ്റും എന്തുകൊണ്ട് നമുക്കൊരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് വിളിച്ചു? ഇതിനെ നമ്മൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആനോഡിക് പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു. ഇതിനെ നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കാഥോഡിക് പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു അല്ലേ. എന്നിട്ട് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസുകളുടെ, ആ പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള അതിൻ്റെ ഡിഫറൻസിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? അതിനെ നമ്മൾ അതിൻ്റെ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ, അത് ഈ ഒരു വോൾട്ട് മീറ്ററിൽ കാണിക്കുന്ന റീഡിങ്, അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഡാനിയൽ സെല്ലിൽ ഞാനൊരു 1 മോളാർ സിങ്ക് സൾഫേറ്റ് എടുത്തു. 1 മോളാർ സിങ്ക് സൾഫേറ്റ് എടുത്തു. അതുപോലെ ഞാനൊരു 1 മോളാർ കോപ്പർ സൾഫേറ്റ് എടുത്തു. 1 മോളാർ കോപ്പർ സൾഫേറ്റ് എടുത്തു. അങ്ങനെ ഒരു 1 മോളാർ സിങ്ക് സൾഫേറ്റ് എടുത്തു, 1 മോളാർ കോപ്പർ സൾഫേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോഡിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവൂലേ? ഉണ്ടാവും അല്ലേ. അതുപോലെ ഈ ഇലക്ട്രോഡിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവൂലേ? ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇവിടെ ഒരു 1 മോളാർ സിങ്ക് സൾഫേറ്റും 1 മോളാർ കോപ്പർ സൾഫേറ്റുമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു ഡാനിയൽ സെല്ലിന്റെ കേസിൽ ഈ ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എത്ര നമ്മൾ പറഞ്ഞായിരുന്നു? അത് -0.76 വോൾട്ട് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഒരു ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ എത്ര ഞാൻ പറഞ്ഞത്? അത് +0.34 വോൾട്ട് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഡാനിയൽ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചായിരുന്നു. എങ്ങനെയായിരുന്നു? അതിന്റെ ഈ സെൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആയിരുന്നു അല്ലേ. ഈ കാഥോഡ് ആരുടെ? കോപ്പർ ഇലക്ട്രോഡ്. എത്ര ആയിരുന്നു? +0.34 വോൾട്ട് മൈനസ് പിന്നെ ആരുണ്ട്? ആനോഡിന്റെ പൊട്ടൻഷ്യൽ -0.76 വോൾട്ട് അല്ലേ. മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? +0.34 +0.76, അതായത് നമുക്ക് 1.1 വോൾട്ട് എന്ന് കിട്ടും. എന്ത്? ഈ ഒരു സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ. അതായത് ഇവിടെ 1 മോളാർ സിങ്ക് സൾഫേറ്റ് എടുത്തു, ഇവിടെ 1 മോളാർ കോപ്പർ സൾഫേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയാണ്? 1.1 വോൾട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു വോൾട്ട് മീറ്ററിൽ കാണിക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾ നോക്കുക, ഞാനിവിടെ ഒരു 1 മോളാർ സിങ്ക് സൾഫേറ്റ് എടുത്തതിന് പകരം ഞാൻ വേറൊരു കോൺസെൻട്രേഷൻ എടുക്കുകയാണ്. അതായത് 2 മോളാർ എടുക്കാം, അല്ലെങ്കിൽ 3 മോളാർ എടുക്കാം, അല്ലെങ്കിൽ ഇത്തിരി കുറഞ്ഞ കോൺസെൻട്രേഷൻ ഏതെടുക്കാം? ഒരു 0.02 മോളാർ, ഒരു ഇത്തിരി കുറഞ്ഞ കോൺസെൻട്രേഷൻ നമ്മൾ എടുത്തു. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ മാറൂലേ? മാറും അല്ലേ. ഈ ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ മാറൂലേ? മാറും. അങ്ങനെ ഈ 2 ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലുകൾ മാറിയാൽ ആ ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ മാറൂലേ? മാറും. അപ്പോൾ നേൺസ്റ്റ് ഇക്വേഷൻ ഇത്രേ പറയുന്നുള്ളൂ. നേൺസ്റ്റ് ഇക്വേഷൻ പറഞ്ഞാൽ നമ്മൾ ഇവിടെ എടുക്കുന്ന ആ ഒരു ഇലക്ട്രോലൈറ്റ്, അതായത് ഇവിടെ സിങ്ക് സൾഫേറ്റ്, അതിൻ്റെ കോൺസെൻട്രേഷൻ ഞാൻ മാറ്റുന്നതിനനുസരിച്ച് അതിൻ്റെ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന മാറ്റം, അതിനെപ്പറ്റി പഠിക്കുന്ന റിലേഷനാണ് എന്ത്? നമ്മുടെ ഈ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. അത് ഞാൻ ഡിഫറൻറ്റ് കോൺസെൻട്രേഷൻ ആ ഒരു ഇലക്ട്രോലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന മാറ്റം, ആ മാറ്റത്തെ പറ്റി പഠിക്കുന്ന ഒരു റിലേഷനാണ് എന്ത്? നേൺസ്റ്റ് ഇക്വേഷൻ. അത് നമുക്ക് പറയാം, ഇവിടെ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മാറിക്കഴിഞ്ഞാൽ അവിടെ ആരും മാറുന്നുണ്ട്? ആ ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യലും മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത് ഈ നേൺസ്റ്റ് ഇക്വേഷൻ പഠിക്കുന്ന ഫസ്റ്റ് കാര്യം എന്താണ്? ഈ സെല്ലും, അതായത് സെൽ പൊട്ടൻഷ്യൽ, ഈ സെൽ എന്ന് പറയുന്നത് ആ ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യലും അതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ ചെയ്യണം നമുക്ക് ആദ്യം പഠിക്കണം. രണ്ടാമത് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് അതിൽ E0 സെല്ല്. എന്താണ് E0 സെല്ല്? അതിൻ്റെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ അല്ലേ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചാണ്. എന്താണ് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലും അവിടുത്തെ എക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻ എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാനായിട്ടുണ്ട്. പിന്നെ മൂന്നാമത് പഠിക്കേണ്ട കാര്യം ആ ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യലും അതിൻ്റെ ഗിബ്സ് ഫ്രീ എനർജിയും തമ്മിലുള്ള റിലേഷൻ കൂടെ പഠിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ നേൺസ്റ്റ് ഇക്വേഷൻ്റെ കംപ്ലീറ്റ് പാർട്ട് എന്ത് ചെയ്യും? കവർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത്ര അറിയുമ്പോൾ ഫസ്റ്റ് എന്താണ് നേൺസ്റ്റ് ഇക്വേഷൻ? എന്താണ് നേൺസ്റ്റ് ഇക്വേഷൻ? അതായത് ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, എന്തൊക്കെ തമ്മിലുള്ള റിലേഷനാണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. അതായത് ആ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ആ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ തമ്മിൽ ഉള്ള ഒരു റിലേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പല കോൺസെൻട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലുകൾ മാറും. ആ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ മാറുന്നതിനോട് കൂടെ എന്ത് മാറും? ആ ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? മാറും.
ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിലേക്ക് കിടക്കാണ്. ഏതാണ് ഈ സെൽ എങ്ങനെ അതിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഉള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. അപ്പോൾ നേഴ്സ് ഇക്വേഷൻ പറയുന്നത് ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നേഴ്സ് ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സെല്ലും കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ് കേട്ടോ. നേഴ്സ് ഇക്വേഷൻ എഴുതുന്നത് വെച്ചാൽ ഇ ഈസ് ഈക്വൽ ടു E0 മൈനസ് RT ബൈ NF നാച്ചുറൽ ലോഗരിതം ഓഫ് പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് എന്നാണ്. അതായത് നമ്മളൊരു റിഡക്ഷൻ റിയാക്ഷൻ കൺസിഡർ ചെയ്യണം കേട്ടോ. നേഴ്സ് ഇക്വേഷൻ നമ്മൾ റിഡക്ഷൻ റിയാക്ഷൻ കൺസിഡർ ചെയ്യണം. ഇതിലേതാണ് റിഡക്ഷൻ റിയാക്ഷൻ? ഇവിടെ നോക്കി, ഞാൻ ആനോഡിൻ്റെ സിങ്ക് കാണിച്ചിട്ടുണ്ട്. സിങ്ക് 2++2 ഇലക്ട്രോൺ മാറുന്നു. കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പറായിട്ട് മാറുന്നു. ഇവിടെ ആരാണ് റിഡക്ഷൻ സംഭവിച്ചത്? ഇവിടെ 2+ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ആ പ്രോസസ്സാണ് ഇത് റിഡക്ഷൻ. ഇവിടെ എന്ത് ചെയ്തു? 0 2+ലേക്ക് ചേഞ്ച് ചെയ്തു. ഓക്സിഡേഷൻ നമ്പർ കൂടി അല്ലേ? ആ പ്രോസസ്സാണ് ഇത് ഓക്സിഡേഷൻ. അപ്പോൾ ഇവരിൽ റിഡക്ഷൻ സംഭവിച്ച ആർക്കാണ്? കോപ്പറിനാണ് റിഡക്ഷൻ സംഭവിച്ചത് അല്ലേ? അപ്പോൾ നമ്മൾ നേഴ്സ് ഇക്വേഷൻ എഴുതുന്നതെന്ന് പറയുന്നത് ഒരു റിഡക്ഷൻ റിയാക്ഷൻസിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണെങ്കിൽ നിങ്ങൾ നോക്കുക, നമ്മളിവിടെ അവിടുത്തെ കേസിൽ എന്താണ്? Cu2+ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറി? കോപ്പറായിട്ട് മാറി അല്ലേ? ഈ കോപ്പറിന് പകരം ഞാൻ ഏതെങ്കിലും ഒരു മെറ്റൽ എടുക്കുക. അത് സിങ്ക് ആവാം, അത് സിൽവർ ആവാം, അയൺ ആവാം, എന്ത് വേണമെങ്കിലും ആവാം, ഗോൾഡ് ആവാം. ഏത് ഒരു മെറ്റൽ എടുത്താലും അതിനെ എനിക്ക് M എന്ന് വിളിക്കാം കേട്ടോ. ജനറലായിട്ട് ഞാൻ അതിനെ M എന്നൊരു പേരിട്ടു. അപ്പോൾ ഞാൻ M എന്ന് വിളിച്ചു. ഓക്കെ, ഇനി അതിന് എത്ര ചാർജ് കാണും? അതിന് ഞാനൊരു N+ ചാർജ് കാണുമെന്ന് വിചാരിക്കുക. ഓക്കെ, കോപ്പറിന് 2+ ചാർജ് ഉണ്ടായിരുന്നു. M എന്ന് പറയുന്ന ഒരു മെറ്റലിന് N+ ചാർജ് ഉണ്ട്. അങ്ങനെ അയാൾ എത്ര ഇലക്ട്രോണിനെ സ്വീകരിക്കും? N ഇലക്ട്രോണിനെ സ്വീകരിക്കും. അങ്ങനെ അയാൾ എന്തായിട്ട് മാറും? ആ ഒരു മെറ്റലായിട്ട് മാറും അല്ലേ? ഇവിടുന്ന് ചാർജ് ഉള്ള സ്പീഷ്യസ് എന്തായിട്ട് മാറി? ചാർജ് ഇല്ലാത്തൊരു സ്പീഷ്യസ് ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ Mn+ എന്തായിട്ട് മാറും? M ആയിട്ട് മാറും. അപ്പം ഈ ഒരു റിഡക്ഷൻ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ നേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? E is equal to E0 മൈനസ് RT ബൈ NF നാച്ചുറൽ ലോഗരിതം ഓഫ് പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് ആണ്. ഇനി നോക്കി, ഓരോ ടൈം നോക്കി. E എന്താണ്? E എന്താണ്? E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. E എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലാണ്. നിങ്ങൾ നോക്കി, E0 എന്താ? അത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് അല്ലേ? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് എന്തെന്ന് പറയുന്നത്? E0 എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു, ഒരു 1 മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആ ഒരു ഇലക്ട്രോയിഡ്, അതേപോലെ തന്നെ 298 കെൽവിൻ 1 ബാർ പ്രഷറിൽ ആ ഒരു ഇലക്ട്രോഡിനുള്ള പൊട്ടൻഷ്യലാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ വിളിച്ചത്. ഇനി നമ്മൾ നോക്കാം ആറ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? നിങ്ങൾ കുഞ്ഞിലെ പഠിക്കുന്ന എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്. R എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം എത്രയാണ്? അത് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോളാണ്. ജൂൾ പെർ കെൽവിൻ പെർ മോളാണ് എന്ത്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ഇനി ആരാ ഉള്ളത്? N ഉണ്ടല്ലേ? N ആരാണ്? ആ ഒരു റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? N എന്ന് പറയുന്നത്. ഈ ഒരു കോപ്പറിൻ്റെ കേസിൽ എത്ര ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്? 2 ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കേസിൽ, ഒരു ഡാനൽസിൻ്റെ കേസിൽ N എത്ര ആയിരിക്കും? 2 ആയിരിക്കും. ഇനി ഈ ഒരു കേസിൽ നോക്കി, N എന്ന് പറഞ്ഞാൽ N ഇലക്ട്രോൺസ് ആണ്, N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ടാണ് ഈ N നമ്മൾ എന്ന് വിളിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റിയാക്ഷൻ. ഓക്കെ, ഇനി അടുത്ത ടൈം ആരാണ്? T ആണല്ലേ? T എന്താണ്? അത് ടെമ്പറേച്ചർ ആണ് കേട്ടോ. ടെമ്പറേച്ചർ. ഓക്കെ, അത് കെൽവിനിലായിരിക്കണം കേട്ടോ. ടെമ്പറേച്ചർ നമ്മൾ എപ്പോഴും എടുക്കുന്നത് കെൽവിനിലായിരിക്കണം. എങ്ങനെയാണ്? നമുക്ക് ഡിഗ്രി സെൽഷ്യസിലാണ് തരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ എത്ര കൂട്ടുക? 273 കൂട്ടിയാൽ എന്ത് കിട്ടും? ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് കെൽവിനിലായിട്ട് കിട്ടും. അതായത് നിങ്ങൾക്ക് 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിനെ കെൽവിൻ ആക്കണമെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് കൂട്ടുക? 273 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക്? 298 കെൽവിന് കിട്ടും കേട്ടോ. ജനറൽ ആയിട്ടുള്ള കേസിലെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് 298 കെൽവിൻ ആയിരിക്കും അവർ ചോദിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് 25 ഡിഗ്രി സെൽഷ്യസ് എന്നായിരിക്കും നമുക്ക് തരുന്നത്. ഇനി അടുത്തത് എന്താണ്? F ഉണ്ട്. F എന്താണ്? അതിനെ നമ്മൾ ഫാരഡേ കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. എന്താണ് ഫാരഡേ കോൺസ്റ്റന്റ്? എന്താണ് ഫാരഡേ കോൺസ്റ്റന്റ് നോക്കാം. അത് 96487 കൂളോം മോൾ റേസ് ടു -1 ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. 96487 കൂളോം മോൾ റേസ് ടു -1 എന്നത് ഫാരഡേസ് കോൺസ്റ്റന്റ്. ഇനി നമുക്കുള്ളതാണ്
നാച്ചുറൽ ലോഗരിതം ഉണ്ട്, പിന്നെ അതിൻ്റെ അകത്താറുണ്ട് പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് ഉണ്ട്. ഈ ഒരു റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രോഡക്റ്റ് ആരാണ്? ഇവിടുത്തെ പ്രോഡക്റ്റ് എം ആണല്ലേ. ഇവിടുത്തെ റിയാക്റ്റൻ്റ് ആരാണ്? എം എൻ പ്ലസ് ആണല്ലേ. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് എങ്ങനെ എഴുതാം? പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് എങ്ങനെ എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് എം ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് എന്ന് എഴുതിക്കൂടെ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു സോളിഡിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ യൂണിറ്റി ആയിട്ടായിരിക്കും എടുക്കുന്നതാണ്. എപ്പോഴും ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു സോളിഡിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ യൂണിറ്റി ആയിട്ടായിരിക്കും എടുക്കുന്നത്. അതായത് അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും കേട്ടോ. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ എന്തെന്ന് എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് എന്തോന്നു? 1 ബൈ എം എൻ പ്ലസ്. അതായത് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് ആണ് അല്ലേ. ആ ഒരു സ്റ്റാർട്ടിങ് മെറ്റീരിയലിൻ്റെ കോൺസെൻട്രേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? എം എൻ പ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി, ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ ആ ഒരു ഇലക്ട്രോഡിൻ്റെ ഇ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്തായിട്ട് മാറും? E0 സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് RT ബൈ എൻ എഫ് എന്തെന്ന് കിട്ടും? ലോഗ് ഇവിടെ എന്താണ്? പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് എന്ന് കിട്ടി? 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് എന്ന് കിട്ടി. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു എം എൻ പ്ലസ് പ്ലസ് എൻ ഇലക്ട്രോൺ എം എന്ന് പറയുന്ന ഒരു റിഡക്ഷൻ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ എപ്പോൾ ആ ഒരു ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാറ്റുന്നതിനനുസരിച്ച് ആ ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലിൽ ഉണ്ടാകുന്ന മാറ്റം ഈ ഒരു റിലേഷനെ വെച്ച് എന്ത് ചെയ്യുന്നത്? നമ്മൾ സൂചിപ്പിക്കുന്നു. ആ റിലേഷൻ ആണ് E E0 മൈനസ് RT ബൈ എൻ എഫ് ലോഗ് 1 ബൈ എം എൻ പ്ലസ്. ഇ എന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. E0 എന്താണ്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ആർ എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണെന്ത്? അതിൻ്റെ യൂണിറ്റ്. ഇനി ടി എന്താണ്? ടെമ്പറേച്ചർ. ഞാൻ പറഞ്ഞു അത് കെൽവിനിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 273 കൊണ്ട് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? 298 കെൽവിനായിട്ട് എടുക്കുക. ഇനി അടുത്ത എന്താണ്? എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇലക്ട്രോണുകളുടെ എണ്ണം. ഈ ഒരു കേസിൽ ഡാനിൽസിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു എൻ എന്താണെന്ന് പറഞ്ഞു? 2 ആണെന്ന് പറഞ്ഞു. ഇനി എഫ് എന്താണ്? അത് ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്താണ്? 96487 കൂളോം മോൾ റേസ് ടു -1. ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ചില പേപ്പറിൻ്റെ കാര്യം എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് കാൽക്കുലേറ്റ് 96500 എന്നൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ആക്യുറേറ്റ് വാല്യൂ എന്താണ്? 96487 കൂളോം മോൾ റേസ് ടു -1 ആണ്. അപ്പോൾ നമുക്ക് അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞു അതിൻ്റെ പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് എടുക്കണം അല്ലേ. അങ്ങനെ പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് എടുത്തു എം ബൈ എം എൻ പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ. പക്ഷേ ഞാൻ പറഞ്ഞു ഒരു സോളിഡ് അല്ലെങ്കിൽ എന്താണ് ഒരു മെറ്റലിൻ്റെ കേസിൽ ആ ഒരു എം എന്താണ്? യൂണിറ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അതുകൊണ്ട് പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്തൊരു 1 ബൈ എം എൻ പ്ലസ് എന്ന് കിട്ടും. ഇനി ഈ ഒരു വാല്യൂവിനെ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? E0 മൈനസ് RT ബൈ എൻ എഫ് നാച്ചുറൽ ലോഗരിതം ഓഫ് 1 ബൈ എം എൻ പ്ലസ് എന്ന് കിട്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? നാച്ചുറൽ ലോഗരിതം ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? അത് 2.303 ലോഗ് എ ആണ്. നാച്ചുറൽ ലോഗരിതം ഓഫ് എ എന്ന് പറയുന്നത് 2.303 ലോഗ് എ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു നാച്ചുറൽ ലോഗരിതത്തെ മാറ്റിയിട്ട് നമുക്ക് ലോഗ് എ കൊണ്ടുവരണമെങ്കിൽ ഈ ഇക്വേഷൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ ലോഗിനെ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? E0 മൈനസ് RT ബൈ എൻ എഫ് ലോഗ് അല്ലേ. ലോഗിനെ മാറ്റിയില്ല നമ്മൾ. അപ്പോൾ നമ്മൾ ഈ ലോഗിനെ മാറ്റാൻ നമ്മൾ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തു? ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് അത് എഴുതാമല്ലോ. 2.303 RT ബൈ എൻ എഫ്. ഇനി ലോഗ് മാറി അല്ലേ, LOG ആയി. ഡിവൈഡ് ബൈ 1 ബൈ എം എൻ പ്ലസ് ആണെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ. എന്തിനനുസരിച്ച്? ആ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് ആ ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഏതാണ്? E0 മൈനസ് 2.303 RT ബൈ എൻ എഫ് ലോഗ് 1 ബൈ എം എൻ പ്ലസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. നിങ്ങളിത് എങ്ങനെ വന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എന്ത് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിനെ ഇത്തിരി കൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എഴുതാം കേട്ടോ. ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇത്തിരി കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ എഴുതിയ ആ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കാം. അപ്പം ഞാൻ നിങ്ങളുടെ ഇപ്പോൾ പറഞ്ഞ ഇക്വേഷൻ എന്താണ്? E എന്ന് പറഞ്ഞു E0 മൈനസ് 2.303 RT ബൈ എൻ എഫ് ലോഗ്
1/mn+ എന്ന് പറഞ്ഞു അല്ലേ. ഏതൊരു റിയാക്ഷൻ്റെ mn+ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഇലക്ട്രോലൈറ്റ് അല്ലേ, mn+n ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറുകയാണെങ്കിൽ m ആയിട്ട് മാറുന്ന ഒരു റിഡക്ഷൻ റിയാക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E എന്ന് പറയുന്നത് E0 - 2.303 RT/NF log 1/mn+ ആണെന്ന് പഠിച്ചു. ഇനി നിങ്ങൾ നോക്കി R ഒരു ഫിക്സഡ് ആയിട്ടൊരു വാല്യൂ ഉണ്ടല്ലേ, എത്രയാണ് 8.314 ആണെന്ത് R അല്ലേ, നമ്മൾ പറഞ്ഞു 8.314 എന്താണ് J/Kelvin/mol ആണ്. ഇനി T നമ്മൾ യൂഷ്വലി എടുക്കുന്ന 25 ഡിഗ്രി സെൽഷ്യസ് ആണ്, അതായത് 298 കെൽവിൻ ആണ് കേട്ടോ, 298 കെൽവിൻ. ഇനി N റിയാക്ഷൻസിനനുസരിച്ച് മാറും അല്ലേ, കാരണം നമ്മുടെ ഒരു ഡാനിൽസന്റെ കേസിൽ N എന്താണ് 2 ഇലക്ട്രോൺ ആണ് അല്ലേ, 2 ഇലക്ട്രോൺ ആണ്. പക്ഷേ വേറൊരു കേസിൽ ഇപ്പോൾ സിൽവറിൻ്റെ ഒക്കെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ 1 ഇലക്ട്രോൺ ആവാം. ഇനി നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ അവിടെയും ആ ഒരു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്തായിട്ട് മാറാം, 1 ഇലക്ട്രോൺ ആയിട്ട് മാറാം. അതുകൊണ്ട് എന്നിനെ മാറ്റം വരുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഇക്വേഷൻ എന്നിനെ മാറ്റം ചെയ്ത് എന്ന് കൂടെ തന്നെ ഇട്ടു. ഇനി എഫ് എന്താണ് 96487 ആണ് അല്ലേ, കൂളോം mol⁻⁻1 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഞാൻ ആറിന് ഒരു വാല്യൂ കിട്ടി, ടിക്ക് ഒരു വാല്യൂ കിട്ടി, എഫിനൊരു വാല്യൂ കിട്ടിയില്ലേ. ഈ 3 വാല്യൂകളെ ഞാൻ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇക്വേഷൻ ഇവിടെ സിംപ്ലിഫൈ ചെയ്തെഴുതാം. E = E0 - 2.303 ഇൻറ്റു ആറിന് എന്തെന്ന് കൊടുത്തു 8.314 എന്ന് കൊടുത്തു അല്ലേ, ടിക്ക് എന്തെന്ന് കൊടുത്തു 298 കെൽവിൻ എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ n എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു റിയാക്ഷൻസിനനുസരിച്ച് n മാറുന്നത് കൊണ്ട് ആ എന്നിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു അതേപോലെ തന്നെ ഇട്ടു. പിന്നുള്ളത് ആരാണ് എഫ്, ആരാണ് 96487 ലോഗ് എന്തെന്ന് കിട്ടും 1 കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് കിട്ടും അല്ലേ. അത് നിങ്ങൾ നോക്കണം, നമ്മുടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആണ് കേട്ടോ. mn++ n ഇലക്ട്രോൺ m ആയിട്ട് മാറി ഇവിടുത്തെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ എഴുതുന്നത്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, E = E0 മൈനസ് ഇതെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.0591/n log 1/mn+ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഇതിലൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാം ഓർത്ത് ഇരിക്കാം. വളരെ ഈസിയാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ T എന്ന ടെമ്പറേച്ചർ മാറ്റി തരുവാണെങ്കിൽ, അതായത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് 298 കെൽവിൻ അല്ല അവർ തരുന്നതെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ആൻസർ തെറ്റും. കാരണം എന്താണ്, ഈ ഇക്വേഷനിൽ നമ്മൾ ആൾറെഡി ടെമ്പറേച്ചർ 298 കെൽവിൻ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു കേസിൽ 298 കെൽവിൻ അല്ലെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് നമ്മുടെ സാധാരണ പരീക്ഷകൾക്കൊക്കെ നമ്മുടെ സ്കൂളുകളിലെ എക്സാമിനൊക്കെ അവർ ആ ഒരു 25 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 298 കെൽവിനുള്ള ചോദ്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ കേട്ടോ. എങ്കിൽ പോലും നമുക്ക് നീറ്റ് JEE പോലുള്ള എക്സാമിലൊക്കെ എന്ത് ചെയ്യാം അവർക്ക് ആ ഒരു ടീയുടെ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു വാല്യൂ എന്ത് ചെയ്യാം മാറ്റിത്തരാം. അതൊരു 35 ഡിഗ്രി സെൽഷ്യസിനൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലൂടെ 273 ആഡ് ചെയ്യുമ്പോൾ അത് എത്ര കിട്ടും 308 കെൽവിൻ ആവും അല്ലേ. അപ്പോഴെന്ത് ചെയ്യണം നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലാത്ത കേസിലെല്ലാം എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ ഒരു നേൺസ്റ്റ് ഇക്വേഷൻ വെച്ച് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനായിട്ട് ഒരു സാധ്യതയും കൂടെ ഉണ്ട്. കാരണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറെ രീതിയിലൂടെ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് അവർ ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ എഴുതുന്നതിന് പകരം E = E0 + 2.303 RT/NF log mn+ എന്നും അവർക്ക് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അതായത് ഇവിടുത്തെ സൈൻ എന്തായിട്ട് കാണിക്കും, ഒരു പ്ലസ് ആയിട്ട് കാണിക്കും. ഇവിടുത്തെ log 1/mn+ എന്തായിട്ട് കാണിക്കും, log mn+ ആയിട്ട് കാണിക്കും. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ആ ഒരു കൺവേർഷൻ വരുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു കാര്യം മാത്രം എന്ത് ചെയ്യുക പഠിക്കുക, രണ്ടും ഇട്ട് എന്ത് ചെയ്യരുത് ഒരിക്കലും കൺഫ്യൂഷൻ ആക്കരുത്. അപ്പം ഞാൻ നിങ്ങൾ ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഈ ഒരു ഫോർമാറ്റാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. അതായത് ഇവിടെ മൈനസും ഇവിടെ ഡിനോമിനേറ്ററിൽ ആ ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനും. ഓക്കെ, പുസ്തകത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ പ്ലസും ഇവിടെ ടോപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷനും കാണാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവർ ഈ ഒരു രണ്ട് ഇക്വേഷൻ ആക്ച്വലി എന്താണ് സെയിം ആണ്, അതെങ്ങനെയാണ് വന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഇത് log 1/mn+ ആണല്ലേ, log 1 കോൺസെൻട്രേഷൻ ഓഫ്
എം എൻ പ്ലസ് ആണ്. ഓക്കെ, ഈ 1/mn+ എനിക്ക് ലോഗ് 1/a എന്ന് എടുക്കുമെന്ന് വെച്ചോ. ലോഗ് 1/a എന്ന് എടുക്കുകയാണ്. ഓക്കെ, അതായത് എ ആരാണ്? കോൺസെൻട്രേഷൻ ഓഫ് mn+ന് ഞാൻ എ എന്ന് വിളിച്ചു. ലോഗ് 1/a എനിക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ലോഗ് എന്തെന്ന് എഴുതാം? a⁻⁻1 എന്ന് എഴുതാം. ലോഗ് 1/a ലോഗ് a⁻⁻1 എന്ന് എഴുതാം. ഈ ലോഗ് a⁻⁻1 എനിക്ക് എങ്ങനെ എഴുതാം? അതിന് മൈനസ് ലോഗ് എ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ലോഗ് 1/a എടുക്കുന്ന സാധനത്തെ എനിക്ക് എന്തായിട്ട് മാറ്റി എഴുതാൻ പറ്റും? മൈനസ് ലോഗ് എ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ ലോഗ് 1/mn+ എന്ന് എഴുതിയാൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് ലോഗ് എന്തെന്ന് എഴുതാൻ പറ്റും? mn+ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ നോക്കി, ഈ ഒരു ഇക്വേഷനിൽ ഞാൻ ഈ ഒരു സാധനം എടുത്തു, അതായത് ലോഗ് 1/mn+ന് വരെ എന്ത് കൊടുത്തു? മൈനസ് ലോഗ് mn+ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? E=E0 - 2.303 RT/NF അല്ലേ? ലോഗ് 1/mn+ വരെ എന്ത് കൊടുക്കാം? മൈനസ് ലോഗ് എന്തെന്ന് കൊടുക്കാം? കോൺസെൻട്രേഷൻ ഓഫ് mn+ എന്ന് കൊടുക്കാം. നിങ്ങൾ നോക്കി, ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഇതെങ്ങനെ മാറും? E0 + 2.303 RT/NF ലോഗ് എന്തെന്ന് കിട്ടും? mn+ എന്ന് നിങ്ങൾക്ക് എഴുതാം. എന്തിൻ്റെ വാല്യൂ? ഇയുടെ വാല്യൂ. ഇത് നിങ്ങൾ നോക്കി, ഈ ഒരു ഇക്വേഷനാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ബേസിക്കലി എന്താണ്? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സെയിം ആണ്. എന്ത് ചെയ്യാണ്? നമ്മൾ ജസ്റ്റ് ആ ഒരു ലോഗ് 1/a എന്തായിട്ട് എഴുതിയിരിക്കുകയാണ്? നമ്മൾ അതിനെ മൈനസ് ലോഗ് എ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്ലസ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ സാധനം എന്ത് ചെയ്യുന്നത്? തിരിയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നും എന്ത് ചെയ്യുക? നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക കേട്ടോ. രണ്ടും ഇട്ട് എന്ത് ചെയ്ത് കൺഫ്യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മുടെ ക്ലാസ്സിൽ ഏതാണ് ഫോളോ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഈ ആദ്യത്തെ ഈ ഒരു ഇക്വേഷനാണ് കേട്ടോ നമ്മൾ ബേസിക്കലി ഫോളോ ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്താണ്? നമ്മൾ ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ അതിൻ്റെ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് എങ്ങനെ മാറും എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു റിലേഷനാണ് എന്ത്? നേൺസ്റ്റ് ഇക്വേഷൻ. അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് മാറ്റുമ്പോൾ അവിടുത്തെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മാറുന്നു. സ്വാഭാവികമായിട്ടും എന്ത് മാറും? ആ ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യലും മാറും. അങ്ങനെ ആ ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലിനുള്ള ഇക്വേഷൻ ഒരു നേൺസ്റ്റ് ഇക്വേഷൻ വെച്ച് എഴുതുന്നതാണെന്ത്? E=E0 - 2.303 RT/NF ലോഗ് 1/mn+ എന്ന് പറയുന്നത്. അതിൽ R എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. T എന്താണ്? ടെമ്പറേച്ചർ. N എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റിയാക്ഷൻ. F എന്താണ്? ഫാരഡേസ് കോൺസ്റ്റന്റ്. E0 എന്താണ്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. E എന്താണ്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ല, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലേ? ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E0 എന്താണ്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും. ഇനി mn+ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റും അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു നേൺസ്റ്റ് ഇക്വേഷനിൽ ഉള്ളതെന്നുള്ളത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ നോക്കി, നമ്മൾ റിയാക്ഷൻ എടുക്കുന്നത് H++1 ഇലക്ട്രോൺ ഗീവ്സ് ഹാഫ് H2 ഗ്യാസ്. ഓക്കെ, ഇതെന്താണ്? ഒരു റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ഇതിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? E അല്ലേ? റിഡക്ഷൻ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? H+ എന്തായിട്ട് മാറി? H2 ഗ്യാസ് ആയിട്ട് മാറി. ഈ H+/H2 E0 അല്ലേ? E0 എന്തെഴുതാം? H+/H2 അല്ലേ? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതാ ഒരു 1 മോളാർ കോൺസെൻട്രേഷൻ എടുത്തപ്പോൾ ഉള്ള ആ ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ആണെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ നോക്കുക, മൈനസ് 2.303 RT/N എത്രയാണ് ആ ഒരു കേസിൽ? ഒരു ഇലക്ട്രോൺ ആണ് അല്ലേ? അപ്പം ജസ്റ്റ് എന്തെന്ന് വരും? F എന്ന് വരും. ഇനി ലോഗ് 1/ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആ ഇലക്ട്രോലൈറ്റ് നോക്കിയേ എന്താണ്? 1/H+ എന്ന് വരും. എന്ത്? ഈ ഒരു റിയാക്ഷന്റെ എന്ത് എഴുതിയാൽ? നേൺസ്റ്റ് ഇക്വേഷന് എഴുതിയാൽ. ഇനി നിങ്ങൾ നോക്കിയേ, നമ്മുടെ കോപ്പർ 2+ എഴുതുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? Cu2+ + 2 ഇലക്ട്രോൺ ഗീവ്സ് എന്ന് എഴുതി? Cu എന്ന് എഴുതി. ഇനി നിങ്ങൾ നോക്കി, E ഓഫ് എന്ന് എഴുതാം? Cu2+ Cu, കാരണം Cu2+ Cu ആയിട്ട് മാറുകയാണ്. നമ്മൾ റിഡക്ഷൻ റിയാക്ഷൻ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. E0 Cu2+ Cu അല്ലേ? മൈനസ് 2.303 RT/N എത്ര ആയിരിക്കും ഇവിടെ? 2 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ താഴെ വരും NF എന്ന് പറയുമ്പോൾ 2F എന്ന് വരും. ലോഗ് എന്തെന്ന് എഴുതാൻ പറ്റും? 1/ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ആരാണ് ഇവിടെ റിയാക്ടന്റ്? Cu2+. വളരെ ഈസി അല്ലേ? ഇനി അടുത്ത് നിങ്ങൾ നോക്കേണ്ടതെന്ന് പറയുന്നത്, സപ്പോസ് ഞാൻ അലൂമിനിയത്തിൻ്റെ എഴുതി.
Al3++ 3 ഇലക്ട്രോൺ ഗീവ്സ് Al. ഇതിൻ്റെ എങ്ങനെ എഴുതാൻ നോക്കിയാൽ നിങ്ങൾ സിമ്പിളായിട്ട് E of എന്താണ് Al3+ ബാർ Al അല്ലേ, Al3+ ബാർ Al, പിന്നെ എഴുതുന്ന ഈസ് ഈക്വൽ ടു E0 Al3+ ബാർ Al മൈനസ് 2.303 RT ബൈ n എത്ര വരും ഇവിടെ 3 ഇലക്ട്രോൺ ആണ് അല്ലേ, പിന്നെ 3f ലോഗ് 1 എന്തെന്ന് വരും Al3+ എന്ന് വരും. അപ്പം വളരെ ഈസിയാണ് ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ നമുക്കൊരു നേൺസ്റ്റ് ഇക്വേഷൻ വെച്ച് എഴുതാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ഡാനിയൽ സെല്ലിൻ്റെ എന്ത് എഴുതാനായിട്ട് ചോദിക്കാം, നേൺസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിക്കാം. അതായത് ഡിറൈവ് ദ നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ എ ഡാനിയൽ സെൽ നമുക്ക് ചോദിക്കാം കേട്ടോ. ഡിറൈവ് ദ നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ എ ഡാനിയൽ സെൽ. ഡിറൈവ് ദ നേൺസ്റ്റ് ഇക്വേഷൻ എന്തിനാണ്, ഫോർ എ ഡാനിയൽ സെൽ. അപ്പോൾ ഒരു ഡാനിയൽ സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാനായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ്, ഡാനിയൽ സെല്ലിൻ്റെ 2 ഇലക്ട്രോഡ് റിയാക്ഷൻസുകൾ നിങ്ങൾ എഴുതണം. അപ്പോൾ ഡാനിയൽ സെല്ലിൽ നിങ്ങൾക്ക് അറിയാം ഒന്നാമത്തെ ആരാണ് യൂസ് ചെയ്യുന്നത്, സിങ്ക് 2+ ആയിട്ട് മാറുന്നു, ഒപ്പം 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നു അല്ലേ. രണ്ടാമത്തത് കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറും എന്ന് പറഞ്ഞു, കോപ്പറായിട്ട് മാറും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് 2 ഇലക്ട്രോഡ് റിയാക്ഷൻ. പക്ഷേ നേൺസ്റ്റ് ഇക്വേഷൻ്റെ കേസിൽ നമ്മൾ എപ്പോഴും എന്താണ് അതിൻ്റെ റിഡക്ഷൻ റിയാക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയേണ്ട കാര്യം, സിങ്കിനെ നമ്മൾ എന്തെന്ന് എടുക്കണം, ഇവിടെ സിങ്ക് 2+ 2 ഇലക്ട്രോണായിട്ട് മാറി സിങ്കായി മാറുന്ന 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് സിങ്കായി മാറുന്ന ആ ഒരു റിഡക്ഷൻ റിയാക്ഷൻ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ പ്രകാരം നമ്മൾ എന്ത് പഠിച്ചു, ഒരു ഇലക്ട്രോഡിൻ്റെ ഇ എന്ന് പറയുന്നത് അല്ലേ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് E0 മൈനസ് 2.303 RT ബൈ NF ലോഗ് 1 കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രോഡിൻ്റെ റിയാക്ഷനും എങ്ങനെ എഴുതാൻ പറ്റും, നിങ്ങൾ നോക്കിയേ. ഇ ഓഫ് സിങ്ക് 2+ ബാർ സിങ്ക് അല്ലേ, എങ്ങനെ എഴുതാം, E0 സിങ്ക് 2+ ബാർ സിങ്ക് മൈനസ് 2.303 RT ബൈ NF ലോഗ് എന്തെന്ന് വരും നമുക്ക് 1 കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് എന്താണ് Zn2+ എന്ന് വന്നു അല്ലേ. ഇനി നമുക്ക് അടുത്തത് എഴുതാം, ഇ ഓഫ് Cu2+ ബാർ Cu എങ്ങനെ എഴുതാൻ നോക്കി നിങ്ങൾ, എങ്ങനെ എഴുതാം, അതിന് E0 Cu2+ ബാർ Cu മൈനസ് 2.303 RT ബൈ NF എന്തെന്ന് എഴുതാം നമുക്ക് ലോഗ് 1 കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഇവിടെ ആരാ Cu2+, 1 Cu2+ എന്ന് എഴുതാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മളിവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സിങ്ക് 2+ ബാർ സിങ്ക് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഇനി നമ്മൾ നോക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഒരു ഡാനിയൽ സെല്ലിൻ്റെ സെൽഫ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കാഥോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ കിട്ടി, ഇവിടെ ആനോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എടുക്കുക. അപ്പോൾ ഇവിടുത്തെ കാഥോഡ് ആരാണ്, ഇയാളാണ് അല്ലേ, ആനോഡ് ആരാണ്, ഇയാളാണ്. അപ്പോൾ നിങ്ങൾ ഇവരെ തമ്മിൽ കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും, ഇതിന് പകരം എനിക്ക് ഇതെന്ന് എഴുതാമല്ലോ. നമുക്ക് എഴുതാൻ പറ്റും ഈ Cu2+ ബാർ Cu മൈനസ് ഈ Zn2+ ബാർ Zn. അതായത് 2 ഇലക്ട്രോഡുകളുടെ പൊട്ടൻഷ്യൽ ഈ അല്ലേ, 2 ഇലക്ട്രോഡുകളുടെ പൊട്ടൻഷ്യൽ നമ്മൾ കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൽഫ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഇക്വേഷനിൽ ഈ ഡയറക്റ്റ് വാല്യൂ കൊടുത്ത് നോക്കി, നമ്മുടെ ഈ Cu2+ ബാർ Cu എന്താണ്, ഇതാണ് അല്ലേ, ഈ ഒരു ടേമാണ് അല്ലേ. അപ്പോൾ അതെന്ത് കിട്ടും, E0 Cu2+ ബാർ Cu മൈനസ് 2.303 RT ബൈ NF ലോഗ് എന്തെന്ന് കിട്ടും 1 എന്തിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടും, Cu2+ൻ്റെ കോൺസെൻട്രേഷൻ. ഇനി അടുത്ത നമുക്ക് എന്താണ് ഇവിടെ മൈനസ് അല്ലേ, മൈനസ് സൈൻ അതേ ഇട്ടു. മൈനസ് കഴിഞ്ഞാൽ ഉടനെ എന്തിടണം, ബ്രാക്കറ്റ് ഇടണം. ഓക്കെ. ഇനി നമ്മുടെ ഈ ആനോഡ് ഇവിടുത്തെ ആരായിരുന്നു, ഈ സിങ്ക് 2+ ബാർ സിങ്ക് ആയിരുന്നു അല്ലേ. അവിടെ നിന്ന് വരെ എന്ത് എഴുതാം, E0 സിങ്ക് 2+ ബാർ സിങ്ക് മൈനസ് 2.303 RT ബൈ NF ലോഗ്
1/Zn2 എന്ന് എഴുതാമല്ലോ നമുക്ക്. എഴുതാം അല്ലേ? അപ്പോൾ നമ്മൾ ഈ കാഥോഡിൽ നിന്ന് എന്ത് ചെയ്തു? ഈ ആനോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ 2 സ്റ്റെപ്പായിട്ട് തന്നെ എഴുതുക കേട്ടോ. എനിക്കൊരു സ്പേസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഞാൻ ആ ഒരു ബ്രാക്കറ്റ് ഇവിടെ വെച്ച് തന്നെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മൈനസ് ഇതിന് കൊടുക്കുമ്പോൾ മൈനസ് എന്ന് തന്നെ വരും. മൈനസ് ഇൻറ്റു മൈനസ് എന്ത് വരും? ഈ ഒരു ടേം പ്ലസ് ആയിട്ട് മാറും അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? ഈ ഒരു മൈനസിനെ മാറ്റിയിട്ട് മൈനസിന് എഴുതാം. ഈ മൈനസ് അകത്ത് മൈനസ് കൂടെ ചേർന്നിട്ട് എന്തായിട്ട് മാറി? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അത് പ്ലസ് ആയിട്ട് മാറി. ഇനി നിങ്ങൾ നോക്കി, ഞാനെടുത്ത് ഈ ഒരു E0 വരുന്ന 2 ടേംസ് എന്ത് ചെയ്തു? അടുപ്പിച്ച് എഴുതി. അപ്പോൾ നമുക്ക് ഈ സെൽ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ വീണ്ടും നമുക്ക് എഴുതാം. ഈ സെൽ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും? E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് E0 Zinc2 പ്ലസ് ബാർ Zinc മൈനസ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ അടുപ്പിച്ച് എഴുതി. E0 വരുന്ന 2 ടേംസ് നമ്മൾ അടുപ്പിച്ച് എഴുതി. ഇനി നിങ്ങൾ നോക്കി, ഇവിടെ എനിക്ക് ആരെ കോമൺ എടുക്കാം? ഈ ഒരു 2 ടേമിൽ നിന്ന് ആരെ കോമൺ എടുക്കാം? 2.303 RT/NF എനിക്ക് കോമൺ എടുത്തൂടെ? എടുക്കാം. അപ്പോൾ ഞാൻ മൈനസ് 2.303 RT/NF എന്ത് ചെയ്തു? ഇവിടുന്ന് കോമൺ എടുത്തു. കോമൺ എടുത്ത് ഞാൻ പിന്നെ അകത്ത് ആരുണ്ട്? ഞാൻ മൈനസിനെയാണ്, മൈനസ് ഉൾപ്പെടെയാണ് കേട്ടോ കോമൺ എടുത്തത്. അപ്പോൾ പിന്നെ അകത്ത് ആരുണ്ട്? ഇവിടെ ലോഗ് 1/Cu2+ കോൺസെൻട്രേഷൻ ഉണ്ട്. നിങ്ങൾ നോക്കി, ഇവിടെ പ്ലസ് ആണ്. ഞാൻ പക്ഷേ കോമൺ എടുത്തതിൽ ആരും ഉണ്ട്? മൈനസ് ഉണ്ട്. അപ്പോൾ അകത്ത് എന്ത് തന്നെ വരും? മൈനസ് വരും. കാരണം മൈനസ് ഇൻറ്റു മൈനസ് ആണ് എന്ത്? പ്ലസ്. ഇനി എന്ത് വരും? ലോഗ് 1/Zn2+ കോൺസെൻട്രേഷൻ വരും. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് E0 കാഥോഡ് മൈനസ് E0 ആനോഡ് എന്താണ്? അതിൻ്റെ E0 സെല്ലാണല്ലേ അത് E0 സെല്ലാണ്. കാരണം എന്താ? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്താണ്? അതിൻ്റെ E സെല്ലാണ്. E0 കാഥോഡ് മൈനസ് E0 ആനോഡ് എന്തായിരിക്കും? അതിൻ്റെ E0 സെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സെൽ എന്ന് പറയുന്നത് E0 സെൽ മൈനസ് ഇതെന്താണ്? 2.303 RT/ എന്ന് എഴുതാം NF അല്ലേ? ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, നിങ്ങൾ പഠിച്ചതാണ് ലോഗ് A മൈനസ് ലോഗ് ബി. ലോഗ് A മൈനസ് ലോഗ് ബി എന്താണ്? ലോഗ് A മൈനസ് ലോഗ് ബി എന്താണ്? ലോഗ് A മൈനസ് ലോഗ് ബിനെ നമുക്ക് ലോഗ് A/B എന്ന് എഴുതാം കേട്ടോ. ലോഗ് A/B, ലോഗ് A/B എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ നോക്കി, ഞാനിത് മായ്ക്കാം കേട്ടോ. ലോഗ് A/B എന്ന് എഴുതാം. അപ്പോൾ നോക്കി, ലോഗ് A മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് A/B ആണെങ്കിൽ എൻ്റെ ഇവിടുത്തെ A ഞാൻ 1/Cu2+ എടുത്തു, B-യെ 1/Zn2+ എടുത്തു. അപ്പോൾ ഇതെന്തായിട്ട് തന്നെ വരും? ലോഗ് A മൈനസ് ലോഗ് ബി ആയിട്ട് വരില്ലേ? അതായത് ഞാൻ A ഈക്വൽ ടു എന്ത് കൊടുത്തു? 1/Cu2+ കോൺസെൻട്രേഷൻ കൊടുത്തു. ബിക്ക് വരെ എന്ത് കൊടുത്തു? 1/Zn2+ കോൺസെൻട്രേഷൻ കൊടുത്തു. അങ്ങനെ നമുക്ക് A/B എങ്ങനെ എഴുതാം? A/B എന്ന് എഴുതി അങ്ങനെ എഴുതാം 1/Cu2+ ഹോൾ ഡിവൈഡഡ് ബൈ 1/Zn2+ എഴുതി കൂടെ എഴുതാം. ഇനി നമ്മൾ പഠിച്ചു, നമുക്ക് ഇങ്ങനൊരു ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് 1/Zn2+ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം Zn2+/1 കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 1/Cu2+ ഇൻറ്റു Zn2+/1 എന്ന് എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെ എഴുതാം. അപ്പം A/B എന്ന് പറഞ്ഞാൽ എന്തെന്ന് കിട്ടും നമുക്ക്? അതിന് നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് Zn2+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എന്ത് കിട്ടും? Cu2+ എന്ന് കിട്ടും. അപ്പം നോക്കി, ലോഗ് 1/A മൈനസ് ലോഗ് 1/B എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് A/B ആണ് അല്ലേ? അതായത് ഇതിന് വരെ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ലോഗ് Zn2+/Cu2+ എന്ന് എഴുതാം. അപ്പോൾ നോക്കി, ഈ ഒരു ഇക്വേഷൻ എങ്ങനെ വരും? ലോഗ് Zn2+ ഡിവൈഡഡ് ബൈ Cu2+ എന്ന് വരും. അപ്പോൾ ഇതാണ് എന്ത്? ഒരു നേൺസ്റ്റ് ഇക്വേഷൻ. എന്തിൻ്റെത്? ഒരു ഡാനൽസന്റെ കേസിൽ അതിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ എന്താണ്? ഈ സെൽ ഇസിക്കൽ അതിൻ്റെ സെല്ലിൻ്റെ കേസ് ആട്ടോ, സെൽ പൊട്ടൻഷ്യലാണ്. ഇലക്ട്രോഡിനായിട്ട് നമ്മൾ പറഞ്ഞു ഇതതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരുന്നു. എന്ത്? ലോഗ് 1/mn+ എന്ന് പറയുന്നത് അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരുന്നു. പക്ഷേ അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ മൈനസ് 2.303 RT/NF സെയിം തന്നെയാണ് കേട്ടോ. ഇവിടെ സെല്ലിൽ നിന്ന് വരും എന്നുള്ളത് സെൽ പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ ഇവിടെ E0 വരും, ഇവിടെ E0 സെൽ വരും. ഈ ഒരു ടേം എന്താണ്? സെയിം തന്നെയാണ് കേട്ടോ, 2 കേസിലും സെയിം തന്നെയാണ്. പിന്നെ ലോഗ് എന്തെന്ന് വരും? ഇവിടെ 1/mn+ ആയിരുന്നു. ഇവിടെ എന്ത് വരും? ആ ആനോഡിലെടുത്ത ഇലക്ട്രോഡിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കാഥോഡിലെടുത്ത ഇലക്ട്രോഡിൻ്റെ കോൺസെൻട്രേഷൻ. ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കണം, ഇവിടെ പ്ലസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് എഴുതണം? ഇവിടെ കാഥോഡിലെടുത്ത ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ
ആനോഡിലെടുത്ത ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ തിരിച്ച് എഴുതണം. എന്നാലും എന്ത് ചെയ്യത്തുള്ളൂ, ആ ഇക്വേഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ ഒരു നെയിംസ് ഇക്വേഷൻ വെച്ച് എഴുതണമെങ്കിൽ അത് എന്ത് ചെയ്യുക, E = E0 - 2.303/RT E = E0 - 2.303 RT/NF log 1 ആ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. ഈ ഒരു കേസിൽ നിന്ന് നമുക്കത് സിങ്ക് 2+ രീതി കൂടെ, കാരണം ഇവിടുത്തെ റിയാക്ടന്റ് ആണാണ് സിങ്ക് 2+ ആണ് ഈ ഒരു കേസിൽ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ആ ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്താണ്, E0 - 2.303 RT/NF log ആരാണോ ആനോഡായിട്ട് എടുത്തത് ആ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ആരാണ് കാഥോഡായിട്ട് എടുത്തത് ആ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ. അപ്പം വളരെ ഈസി അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ടെമ്പറേച്ചർ 298 കെൽവിൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എഴുതാം. നമുക്കതിന് സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞു D0 മൈനസ് ബാക്കിയുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഞാൻ പറഞ്ഞു, 0.0591 എന്ന് കിട്ടും അല്ലേ. ടെമ്പറേച്ചർ 298 കെൽവിൻ ആവുന്ന കേസിൽ ഡിവൈഡ് ബൈ n എന്ത് ചെയ്യും, റിയാക്ഷൻസിനനുസരിച്ച് മാറും. ലോഗ് എന്തെന്ന് കിട്ടും, Zn2+/Cu2+ എന്ന് കിട്ടും. നിങ്ങൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത ഡാനൽസിന്റെ നെയിംസ് ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്തത് കൊണ്ട് എന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാല്യൂ 2 എന്നൂടെ കൊടുത്തിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്ത് എഴുതാം. പക്ഷേ എന്ത് ചെയ്യാം, ഇങ്ങനെ തന്നെ ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഈ സെൽ എന്ന് പറയുന്നത് എന്താണ്, E0 - 0.0591/n log ആ ഒരു ആനോഡായിട്ട് എടുത്ത ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കാഥോഡായിട്ട് എടുത്ത ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് നെയിംസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെയിംസ് ഇക്വേഷൻ്റെ ഒന്നാമത്തെ പാർട്ടാണ് നമ്മൾ പഠിച്ചത്. എന്താണ്, ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലും ആ ഒരു ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ നെയിംസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് ഇൻ ദ ആ ഒരു സെല്ലിലുള്ള ആ ഒരു കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റുമായിട്ട് ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ നെയിംസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു അതിൻ്റെ സെല്ല് ആ ഒരു ഇലക്ട്രോഡിന്റെ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യുക, അതിന് E0 സെല്ലിൽ നിന്ന് 2.303 RT/NF log ആനോഡിലെടുത്ത ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ബൈ കാഥോഡിലെടുത്ത ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ എടുത്താൽ നിങ്ങൾക്ക് ആ ഒരു എൻ്റയർ സെല്ലിന്റെ പൊട്ടൻഷ്യൽ കിട്ടും. വളരെ ഈസിയാണ്. നമുക്ക് ആ ഒരു ഇലക്ട്രോലൈറ്റ് 1 മോളാർ ആവാത്ത കേസുകളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ആ ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നാമത്തേത് എന്താണ്, ഈ സെല്ലും അതിന്റെ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ആദ്യം പഠിച്ചത്.